ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് അവിട്ടമാണ് ഗൈസ്. അപ്പോൾ അവിട്ടത്തിന് അന്ന് സാധാരണ നമ്മൾ അമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അമ്മയുടെ വീട്ടിൽ എല്ലാവരും വരും. അമ്മയുടെ കുഞ്ഞമ്മയും വലിയമ്മയും പിന്നെന്താ മാമനും എല്ലാവരും കാണും. പക്ഷേ ഇന്ന് ഇപ്രാവശ്യം ആരും ഇല്ല ഗൈസ്, ആരും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ പോവാണ്, അതായത് എൻ്റെ അപ്പച്ചിയുടെ മോളുടെ വീട്ടിൽ പോവാണ്. അപ്പം ഇന്ന് നമുക്ക് അവിടാണ് നമ്മുടെ നമ്മുടെ ഓണം അവിടാണ്. അവിട്ടത്തിൻ്റെ ദിവസം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അപ്പച്ചിയും ഞാനും അമ്മയും ബാലച്ചനും അർജുനും എല്ലാം കൂടാണ് പോകുന്നത്. നമ്മുടെ ശരത്തണ്ണൻ കാറുമായിട്ട് വരും. അപ്പം നമുക്ക് ഏതായാലും വീട്ടിലോട്ട് പോകാം. ഗൈസ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് നമ്മുടെ തിരുവോണം കഴിഞ്ഞ് അവിടത്തിൻ്റെ എന്നിടത്തെ വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അതേ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ശരവണൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ശരത്തണ്ണനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. ഞാനും അർജുനൂടെ മുട്ടൻ പൊരിഞ്ഞിടിയായിരുന്നു ഗൈസ്. വണ്ടിയിൽ നിന്ന് ഞാൻ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അപ്പച്ചിയുടെ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ, അതായത് എൻ്റെ അപ്പച്ചിയുടെ ഏറ്റവും ഇളയ മോളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. എല്ലാവരും ഞാൻ നേരത്തെ വീഡിയോക്കകത്തൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ ഗൈസ്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. എനിക്ക് പനിയായിരുന്നു ഗൈസ്. അന്നത്തെ ദിവസം എനിക്ക് രാവിലെ തൊണ്ടയ്ക്ക് വേദനയായിരുന്നു. വൈകുന്നേരം ഇവിടെ വന്നതിന് ശേഷം അത് ഭയങ്കര അതികഠിനമായിട്ടുണ്ടായിരുന്നു. അപ്പം പനി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് കിടന്നുറങ്ങുമായിരുന്നു. നമ്മുടെ അനിക്കുട്ടൻ പെട്ടിരിക്കുകയാണ്. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകാതെ ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ കയറി വന്നു. വണ്ടിയിൽ ഇത്രയും പേർക്കൂടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് പോയത്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീട് ഗൈസ്. എൻ്റെ വീട് കഴിഞ്ഞ് പണ്ടൊക്കെയാണ് ഞാൻ അമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കാനൊക്കെ പോയായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ നിൽക്കാൻ വേണ്ടി വരുന്നത് ഇവിടാണ് ഗൈസ്. ഇവിടാണ് എനിക്ക് വീട്ടിൽ അത്രത്തോളം ഫ്രീഡത്തോടെ നിൽക്കാൻ പറ്റുന്നത്. ഞാനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ അച്ചുമോളുടെ അത്തപ്പൂവ്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചിമാരെല്ലാം ഇനി ഞാൻ പരിചയപ്പെടുത്താം ഗൈസ്. ഇവിടെ നിൽക്കുന്ന നീലയും വെള്ളയും ഉള്ള നൈറ്റിയാണ് നമ്മുടെ ശൈലേക്ക, ഒക്കെയാണ് മൂത്ത ചേച്ചി. പുറകിൽ നിന്ന് ഹായ് കാണിക്കുന്നതാണ് നമ്മുടെ സ്മിതയൊക്കെ. അക്കയാണ് ഏറ്റവും വെള്ളത്. സൈഡിൽ നിന്നത് സിന്ധുവൊക്കെയാണ്. സിന്ധുവൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അക്ക മൂന്നാമത്തത്. ഇനി രണ്ടാമത്തെ ആളുണ്ട് ഗൈസ്. രണ്ടാമത്തെ ആളുടെ ഹസ്ബൻഡാണ് ഈ നിൽക്കുന്നത്, ഞങ്ങളുടെ രമേശ് അളിയൻ. അപ്പോൾ അക്കയെ മാത്രം കണ്ടില്ലേ, രണ്ടാമത്തെ ചേച്ചിയെ മാത്രം കാണാത്തതുകൊണ്ട് ഞാൻ ഓടി അടുക്കളയിലോട് ചെന്നു. അക്ക എന്തേലും ചോദിച്ചോണ്ട് ഈ നിൽക്കുന്നതാണ് ഗൈസ് എൻ്റെ രണ്ടാമത്തെ ചേച്ചി ബിന്ദു അക്ക. തൊട്ട് പുറകിൽ നിൽക്കുന്നത് നമ്മുടെ സിന്ധുവക്കയുടെ ഹസ്ബൻഡാണ് മുരളി അളിയൻ. അളിയനെയും കണ്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുറേ നേരമൊക്കെ ഞാൻ അവരുടെ കൂടെ പോയിരുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്മിതയൊക്കെ ഇവിടുന്നുകൊണ്ട് തുണിയൊക്കെ കഴിയുന്നു. അമ്മ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട്. തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോരോ ജോലിയിലാണ്. അതുകൊണ്ട് ഞങ്ങളാരും വലിയ ജോലിയൊന്നും ഏറ്റെടുക്കാൻ നിന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇടയ്ക്കൊന്ന് വന്നപ്പോഴത്തേക്കും ഇവർ ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ നിന്ന് ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അളിയൻ എന്നോട് ചോദിക്കുകയാണ്, തിരുവോണ ദിവസം നിനക്ക് എന്തായിരുന്നു, അമ്മയ്ക്ക് ജോലിയൊന്നും ചെയ്ത് കൊടുത്തില്ലേ? അപ്പോൾ അമ്മയായിട്ട് പിണങ്ങിയ കാര്യമൊക്കെ അളിയൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് കുറേ നേരം പോയി കിടന്ന് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറിയ ഒരു തൊണ്ടയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കും കിടക്കുമായിരുന്നു. കിടന്നിട്ട് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്രഥമനും പപ്പടവും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ കാണാം. ഒരു ഇഞ്ചി, അതുപോലെ പച്ചടി അല്ലേ, ബീട്രൂട്ട് പച്ചടി, കടുമാങ്ങ, വേണ്ട, നാരങ്ങ, പുളിശ്ശേരി, അവിയൽ, പച്ചമോര്, പരിപ്പ്, ചിക്കൻ കറി, സൂപ്പർ ചിക്കൻ കറി, അടപ്രഥമൻ, അവിയൽ, നമ്മുടെ അവിയൽ, തോരൻ, മീൻകറി, ബീഫല്ലേ, ബീഫ് കറി, ബീഫ് ഇനി പപ്പടം തുറക്കണ്ട. നമ്മള് വേട്ടാവളിയും കൂടെ കിടന്ന പായസം ഒരു വേട്ടാവളിച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. ബാലജൻ കിടക്കുന്നുണ്ട്, കളിയുണ്ട് ഗൈസ്.
ഇന്നലെ സന്ദീപ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കാണിച്ചില്ലേ ഫുഡെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ ആദ്യം ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ പിള്ളേർ സെറ്റ് ആദ്യം ഇരുന്നിട്ടുണ്ട്. അനിക്കുട്ടൻ, അച്ചുമോള്, അമ്മു, അർജുൻ, ഞാൻ, പിന്നെ നമ്മുടെ ബാലച്ചനും കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. അടിപൊളി ഊണായിരുന്നു. എനിക്ക് ചിക്കനാണ് കഴിച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഞാനങ്ങനെ വലിയ ബീഫ് ഫാനല്ല, ഞാൻ ചിക്കൻ ഫാനാണ്. ഞാൻ എല്ലാ കറികളും കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചു കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചക്ക വെട്ടിയിട്ടോട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കിട്ടുന്ന രീതിയിലൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്മിതയ്ക്കടയിലോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൈമാറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലാണ് എല്ലാവരും ഒത്തുകൂടാറുള്ളത്, ചതയത്തിൻ്റെ അന്നായിരിക്കും. പിന്നെ നമ്മുടെ ശൈലേക്കൊക്കെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഗൈസ്. അപ്പം സാധാരണ ചതയത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും കാണാറുണ്ട്, അപ്പുറത്തുനിന്ന് മാമനും മാമി എല്ലാവരും കാണാറുണ്ട് ഗൈസ്. അപ്പം ഇന്ന് ഇവിടെ അവിട്ടത്തിൻ്റെ അന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. നമ്മൾ വിളമ്പാൻ കയറി ഗൈസ്. അപ്പം ഞാൻ ചെയ്ത് നമ്മുടെ അപ്പച്ചി ഇരിക്കുന്നുണ്ട്, അവരെല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കിടന്ന് ഉറങ്ങി. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിയേക്കുവാണ്. അമ്മു ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ വരുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നവർ തന്നെ അങ്ങോട്ട് തിരിച്ചു പോകാനുണ്ട് ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവർക്ക് ടാറ്റയും കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഓട്ടോയിൽ കയറി അവർക്ക് യാത്രയും പറഞ്ഞിറങ്ങി. ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല ഗൈസ്. ഓട്ടോയിൽ കയറി നമ്മൾ നേരെ വീട്ടിലിറങ്ങും. വേറെ എങ്ങോട്ടും നമ്മൾ പോകുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ ഗൈസ്. എൻ്റെ വയ്യായ്ക കൊണ്ട് എല്ലാം കവർ ചെയ്യണമെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ നടന്നില്ല. ഞാനങ്ങ് കിടപ്പായിരുന്നു ഗൈസ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ താമസിച്ചു. അപ്പം നമ്മളെല്ലാവരും കൂടെ ഉള്ളൊരു വീഡിയോ അല്ലേ, അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു ഗൈസ്. നമ്മുടെ ഓർമ്മയല്ലേ അതൊക്കെ. അപ്പം ഇനിയും അടുത്ത വീഡിയോസൊക്കെ ആയിട്ടും പുറകെ വരുന്നതായിരിക്കും. ബർത്ത്ഡേ വ്ളോഗും നമ്മുടെ വീടിൻ്റെ കല്ലിടീച്ചിലൊക്കെ ആയിട്ട് ഞാൻ ഉടനെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.